Hi friends, ഞാൻ Shini Nidheesh. Welcome to ChinsRuchi. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കൂന്തലിന്റെ വേറൊരു ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂന്തൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി തോരനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൂന്തലിന്റെ ഡ്രൈ ഫ്രൈ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കൂന്തൽ തോരനാക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം കൂന്തൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തപ്പോൾ റിങ്സ് പോലെയാണ് കട്ട് ചെയ്തത്. പക്ഷേ തോരനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൂന്തൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ വീതം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ മസാല പൗഡേഴ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൂന്തലിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വെക്കാം, അല്ലാതെയും ആക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിക്കനും ഫിഷും പോലെ കുറേ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പം 2 മീഡിയം സൈസ്ഡ് ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതേപോലെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ മസാല പൗഡേഴ്സിൻ്റെ എല്ലാം പച്ചമണം പോയിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ്. 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണക്ക് പോയി നല്ലൊരു ഫ്ലേവർ വരുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പം നമ്മൾ സ്ക്വിഡ് ഫ്രൈൻ്റെ കാര്യം ആരും മറന്നു പോരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡും എല്ലാവരും കണ്ടു നോക്കണം. അപ്പം ഇനി ഞാനിതിൽ നമ്മളെ താരത്തിന് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ സ്ക്വിഡ് മാരിനേറ്റ് ചെയ്ത് വെച്ച സ്ക്വിഡാണ് ഞാനിപ്പോൾ ഇട്ടത്. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂന്തൽ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് നമ്മളെ കൂന്തൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വേവിക്കുക. അപ്പം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ആഹാ, നമ്മളെ വെള്ളമൊക്കെ വറ്റി കൂന്തൽ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മളെ തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ തേങ്ങ നമ്മൾ ഈ കൂന്തൽ മസാലയിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ആ തേങ്ങ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. നമ്മൾ കൂന്തൽ ഉപ്പേരി അല്ലെങ്കിൽ കൂന്തൽ തോരൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കൂന്തൽ ഉപ്പേരി അല്ലെങ്കിൽ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പിയിട്ട് ആസ്വദിച്ച് കഴിക്കാം. ഇനിയും ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ടു ചിൻസ് രുചി.